5 മെഷീനെങ്കിലുമുള്ള വിപുലമായിട്ടുള്ള കേന്ദ്രമായിട്ട് ഉയർത്താൻ സാധിക്കും. അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ സത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ഒരു വികസനം ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. തൃത്താല ആശുപത്രിയിൽ ഒരു കെട്ടിടം ഉണ്ടായിട്ടുണ്ട്, നല്ല കാര്യമാണ്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അപ്പോഴും തൃത്താല ആശുപത്രി ഒരു ഫാമിലി ഹെൽത്ത് സെന്ററായി തുടരുകയാണ്. ഈ 5 വർഷത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ പോലും ഒരു പുതിയ തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ മന്ത്രി നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതൊരു പക്ഷേ മറ്റ് MLA-മാർക്കും കഴിയുമായിരിക്കും. ഇവിടെ ഇപ്പം ഇവിടുത്തെ 5 വർഷത്തെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് അവകാശപ്പെടുന്ന കോടികളെക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നു, ഒറ്റപ്പാലത്ത് അവിടുത്തെ MLA അവകാശപ്പെടുന്നു, ഷൊർണൂരിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നു. അപ്പൊ ആ ഫണ്ടിന്റെ ആകെ വോള്യം, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1000 കോടി അവകാശപ്പെട്ടതിൽ 300 കോടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് നാടിന് വേണ്ടി ഇത്തരത്തിലുള്ള നയപരമായിട്ടുള്ള ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുണ്ടാവുന്നില്ല എന്നതാണ്. വർഷത്തിനകത്ത് ഞാൻ അന്ന് വെച്ച 5 മെഷീൻ അല്ലാതെ 6ാമതൊരു മെഷീൻ അവിടെ വാങ്ങി വെക്കാനോ ആ കേന്ദ്രം ഒന്ന് വിപുലപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അതായത് ഗവൺമെന്റ് തലത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു സ്വകാര്യ വ്യക്തി അവിടെ സംഭാവനയായിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ട്രസ്റ്റിന്റെയോ മറ്റോ പേരിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിനെ കണ്ടു. പക്ഷെ ഗവൺമെന്റിന്റെയോ അദ്ദേഹത്തിന്റെ MLA ഫണ്ടോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് ആ ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്യാനോ സൗകര്യങ്ങളെ വിപുലപ്പെടുത്താനോ ഉള്ള ഇടപെടൽ ഉണ്ടായില്ല. ഇങ്ങനെയാണ് ഓരോ പദ്ധതികളുടെയും കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ്. എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നെ പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ അത് ഒരു വിഷയമാക്കി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതേ പറഞ്ഞത്, തൃത്താലയിൽ ആദ്യമായി പ്രധാന കുടിവെള്ള പദ്ധതികൾ വന്നത് ഞാൻ MLA ആയിരിക്കുന്ന സമയത്താണ്. ആനക്കര, പട്ടിത്തറ, കപ്പൂർ എന്നീ 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി അന്ന് ഞങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. അതിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കപ്പൂർ പഞ്ചായത്തിൽ അതിനു മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതി പോലും ഇല്ല. വാട്ടർ അതോറിറ്റി നേരിട്ട് നടത്തുന്നത് ചെറിയ കുഴൽക്കിണർ വെച്ചിട്ടുള്ള പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികളല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി ഇല്ല. അപ്പൊ അങ്ങനെ 3 പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതി അന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ഈ 5 വർഷത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ പോലും ഒരു പുതിയ തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ മന്ത്രി നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതൊരു പക്ഷേ മറ്റ് MLA-മാർക്കും കഴിയുമായിരിക്കും. ഇവിടെ ഇപ്പം ഇവിടുത്തെ 5 വർഷത്തെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് അവകാശപ്പെടുന്ന കോടികളെക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നു, ഒറ്റപ്പാലത്ത് അവിടുത്തെ MLA അവകാശപ്പെടുന്നു, ഷൊർണൂരിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നു. അപ്പൊ ആ ഫണ്ടിന്റെ ആകെ വോള്യം, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1000 കോടി അവകാശപ്പെട്ടതിൽ 300 കോടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് നാടിന് വേണ്ടി ഇത്തരത്തിലുള്ള നയപരമായിട്ടുള്ള ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുണ്ടാവുന്നില്ല.